വെൽക്കം ടു മാം ഓഫ് 3 കുക്കീസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി നാടൻ ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിനായി 250 ഗ്രാം ഇഞ്ചി കഴുകി വൃത്തിയാക്കി ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിയുക. അതിനുശേഷം 1 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളൻ പുളി കുതിരാൻ വെക്കുക. അതിനുശേഷം ഇഞ്ചി വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ, വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചി നല്ല കരുകരുപ്പോടെ വറുത്ത് എടുക്കുക. കളറ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകും. അതുപോലെ ബാക്കിയുള്ള ഇഞ്ചി അരിഞ്ഞത് ഇതുപോലെ വറുത്തെടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. ചിലർക്ക് ഇഞ്ചി കറിയിൽ തരിതരിയായി കടിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ കൈകൊണ്ട് തിരുമ്മി പൊടിക്കുകയോ മിക്സിയിൽ ഒരു പൾസ് അടിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇഞ്ചി നന്നായി പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിൽ ഇഞ്ചി വറുക്കാനെടുത്ത നല്ലെണ്ണയിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് നന്നായി വഴറ്റുക. ചെറിയുള്ളി മൂക്കാറാകുമ്പോൾ വറ്റൽമുളക് നടുവേ മുറിച്ചത് 4 എണ്ണം, 1 ടീസ്പൂൺ ഉപ്പ്, ചെറിയുള്ളി ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി 30 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ വഴറ്റുക. അതിനുശേഷം പൊടിച്ചു വെച്ച ഇഞ്ചി വഴറ്റിയത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി യോജിപ്പിച്ച ശേഷം നേരത്തെ കുതിരാൻ വെച്ച പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ച ശേഷം 1/2 കപ്പ് ശർക്കരപ്പൊടി ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ച് നന്നായി കുറുക്കിയെടുക്കുക. ഇഞ്ചിക്കറി വിളമ്പുമ്പോൾ ഒഴുകിപ്പോകാതെ കുറുകിയിരിക്കുക. അതാണ് കറിയുടെ കൺസിസ്റ്റൻസി. ഈസിയും ടേസ്റ്റിയുമായ ഇഞ്ചിക്കറി റെഡിയായിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇഞ്ചിക്കറി എല്ലാവരും ട്രൈ ചെയ്യണേ. റിസൾട്ട് കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.